സംസ്ഥാനത്തിൻ്റെ തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ഒരു വലിയ നേട്ടം ഈ ഗവൺമെൻറ്റിന് ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല എന്ന് കാണാൻ സാധിക്കും. കൃത്യമായി പറഞ്ഞാൽ 10 വർഷം മുൻപ് ഉണ്ടായിരുന്ന ആ വരുമാനത്തിൻ്റെ ഇരട്ടിയിലേക്ക് പോകാൻ പോലും ഈ 10 വർഷം കൊണ്ട് സാധിച്ചില്ല. 42,176 എന്ന ഫിഗർ അത് 84,000-ൽ അധികമായി 83,000-ൽ നിൽക്കുകയാണ് പുതുക്കിയ എസ്റ്റിമേറ്റിൽ. എന്ന് പറഞ്ഞാൽ വരുമാനത്തിൻ്റെ വർധനവ് അഗ്രിഗേറ്റായിട്ട് നോക്കുകയാണെങ്കിൽ 7% മാത്രമാണ്. 10 വർഷം കൊണ്ട് ഇരട്ടിച്ചാൽ തന്നെ അത് 7%ആണ്. ആ 7% വർദ്ധിക്കുന്നതിന് പകരം അഗ്രിഗേറ്റായിട്ട് ഒരു 10% വർദ്ധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഏതാണ്ട് 1 ലക്ഷം കോടിയിലേക്ക് നമുക്ക് നമ്മുടെ തനത് വരുമാനം എത്താൻ സാധിക്കുമായിരുന്നു. അതേപോലെ തന്നെ നികുതിയേതര വരുമാനത്തിൻ്റെ കാര്യത്തിലും ആ സ്ഥിതി തന്നെയാണുള്ളത്. കേന്ദ്ര വിഹിതത്തിൻ്റെ കാര്യത്തിൽ അടുത്ത വർഷത്തെ എസ്റ്റിമേറ്റിൽ ബാലഗോപാൽ 42,114 കാണുന്നത്. ഈ വർഷം 27,382 കിട്ടിയിട്ടുള്ള ഈ സന്ദർഭത്തിൽ അദ്ദേഹം 42,114 കോടി രൂപ കേന്ദ്ര വിഹിതത്തിൻ്റെ കിട്ടുമെന്ന് കരുതുന്നതിൻ്റെ കാരണം അദ്ദേഹം പറയുന്നുണ്ട്. 15ാം ധനകാര്യ കമ്മീഷനിൽ കൂടുതൽ ഒരു പങ്കാളിത്തം അല്ലെങ്കിൽ കൂടുതൽ ഒരു പങ്ക് നമുക്ക് കിട്ടും എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ റവന്യൂ ചെലവുകൾ നോക്കുകയാണെങ്കിൽ ഇത്തവണത്തെ പുതുക്കിയ എസ്റ്റിമേറ്റിൽ, അതായത് കൃത്യമായ കണക്കിൽ 1,92,000 കോടി രൂപയുടെ ചെലവുകളാണ് കാണുന്നത്. പക്ഷേ അത് ഇത്തവണ വരാൻ പോകുന്ന കണക്കിൽ, ആ കണക്ക് എസ്റ്റിമേറ്റാണ്, 2,39,000 അദ്ദേഹം ഉയർത്തി വച്ചിട്ടുണ്ട്. ഈ 2,39,000-ഉം 1,89,000 തമ്മിലുള്ള വ്യത്യാസത്തെയാണല്ലോ നമ്മൾ റവന്യൂ കമ്മി, വരവും ചെലവും എന്നുള്ള വ്യത്യാസം, അതിപ്പോൾ 34,586 അദ്ദേഹം ബുക്ക് ചെയ്തിട്ടുള്ളത്. ആ കഴിഞ്ഞ തവണ, അതായത് ഇത്തവണത്തെ കണക്കിൽ അത് 36,889 അതിൽ നിന്നും റവന്യൂ കമ്മി 2,000 കോടി കുറയുമെന്നാണ് അദ്ദേഹം പ്രതീക്ഷിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ, കണക്ക് പുസ്തകത്തിൽ ഇത്തവണ കിട്ടിയിട്ടുള്ളത് ആകെ 1,37,000 കോടിയാണ് മൊത്തം കേന്ദ്ര സഹായം അടക്കം എല്ലാം കിട്ടിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം 1,52 പ്രതീക്ഷിച്ചത്, പക്ഷെ 1,37 കിട്ടിയത്. 1,24 ആ വർഷം കിട്ടിയ യഥാർത്ഥ കണക്ക്, പ്രതീക്ഷിച്ച കണക്കല്ല. അപ്പോൾ 1,24 നിന്ന് 1,37 വർദ്ധിച്ച റവന്യൂ വരവുകൾ 1,82,000 ഉയരും എന്ന് കണക്കാക്കിക്കൊണ്ടുള്ള ഒരു വൻ കുതിപ്പ്, ഏതാണ്ട് 48 കോടി രൂപ, 48,000 കോടി രൂപ വർദ്ധിക്കും എന്നൊരു കണക്ക് വെച്ചിട്ടാണ് 34,586 എന്ന റവന്യൂ കമ്മി തുക പറഞ്ഞത് എന്നതിൻ്റെ അർത്ഥം അതൊരു 50,000 കോടിയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അങ്ങനെ വരുമ്പോൾ ഇപ്പം തന്നെ 2.58 റവന്യൂ കമ്മി. ആ റവന്യൂ കമ്മി നിശ്ചയമായും 3%, 4-3.5% അടുത്തേക്ക്, അതായത് ഇപ്പോഴത്തെ ധനക്കമ്മിയുടെക്കാൾ കൂടിയ ഒരു ഉയരത്തിലേക്ക്, ഇപ്പം തന്നെ 3.78 ധനക്കമ്മി എന്ന് പറയുന്നത്. അപ്പോൾ 4%-ലധികം അല്ലെങ്കിൽ 4%-അടുത്തേക്ക് റവന്യൂ കമ്മി വരുന്ന തരത്തിലുള്ള ഒരു അബദ്ധം, അല്ലെങ്കിൽ അബദ്ധം ഞാൻ തെറ്റെന്നുള്ള അർത്ഥത്തിലല്ല, വലിയ ഒരു പ്രശ്നം കേരളത്തിൻ്റെ നമ്മുടെ ധനകാര്യ DNA-യിൽ, അല്ലെങ്കിൽ ഈ DNA എന്ന് ഞാൻ പറയുന്നില്ല, ECG-യോ അല്ലെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് നമുക്കതിനകത്ത് ആന്തരികമായി കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഞാൻ കൃത്യമായ കണക്കുകളുടെ ഭാഗമായിട്ട് മാത്രം പറയുകയാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എങ്ങനെയാണ് അതിനെ ഭംഗിയായി പൊതിഞ്ഞു വെച്ച്, എനിക്ക് ബാലഗോപാൽ ഇപ്പോൾ 5 വർഷം കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഒരു മന്ത്രി എന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തോട് എനിക്ക് വളരെ ഇഷ്ടമാണ്. നല്ല ഒരു പെരുമാറ്റവും, ഒട്ടും ഒരു മോശമായ ഒരു വർത്തമാനങ്ങളോ അങ്ങനെ ഒന്നും പറയാത്ത നല്ലൊരു വ്യക്തിയാണ് അദ്ദേഹം. പക്ഷേ ആ വ്യക്തിത്വം ഉയർത്തി പിടിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത് സാധിക്കുന്നില്ല, ഇത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.